പള്ളിയിലച്ഛൻ എന്ന ലെവലിലേക്ക് ഇപ്പൊ കാണുവാണ്. എങ്ങനെയുണ്ടായിരുന്നു? ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പം ഞാനും അമലും എനിക്ക് ആദ്യമായിട്ട് ഇതുപോലെ ഒരു ലീഡ് കഥാപാത്രം ചെയ്യാൻ ഇങ്ങനെ ഒരു കഥ വന്നു. ഞാനും അമലുമായിട്ട് ഡിസ്കസ് ചെയ്തു, നമുക്ക് പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ പറ്റി. അതിനുശേഷമാണ് നമുക്ക് രണ്ടാമത് എങ്ങനെ ഒരു നല്ലൊരു സിനിമ കൂടി എടുത്ത് ചെയ്യണം, നമുക്ക് എന്താണ് പരിപാടി എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് സ്റ്റീഫൻ ദേവസിയാണ് എനിക്ക് ചേച്ചീനെ പരിചയപ്പെടുത്തി തരുന്നത്. അങ്ങനെ ചേച്ചിയായിട്ട് സംസാരിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ചേച്ചിയുടെ മനസ്സിൽ ഒരു കഥയുണ്ട്, നിങ്ങൾ കേട്ടു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചേച്ചിയെ കണ്ടു. ചേച്ചി ഈ കഥ പറഞ്ഞു. നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും ഒരുപാട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊജക്റ്റായി മാറി. അപ്പോൾ ചേച്ചി തന്നെ പറഞ്ഞു, അത് അമല തന്നെ തിരക്കഥ എഴുത്, എന്നിട്ടാണ് ഡയറക്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അപ്പോൾ എന്നും ചെയ്തുകൊണ്ടിരുന്ന ഇത്തരം കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ സ്ഥിരമായി വില്ലൻ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ നായകന്റെ അടുത്ത് പോയി അടിമേടിക്കുന്ന പരിപാടികളൊക്കെ മാറി എനിക്ക് ഇതും കൂടി പറ്റുമെന്ന് തെളിയിക്കാൻ ഒരു കഥാപാത്രം ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കഥ കേട്ട വഴി ഞാൻ തന്നെ റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചു മേടിച്ചതാണ് ഈ പള്ളിയിലച്ഛൻ്റെ കഥാപാത്രം. അതെന്നെ വിശ്വസിച്ച് തന്ന അമലും ചേച്ചിക്ക് ഒരുപാട് നന്ദി. അത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായി ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് വിശ്വാസം.